ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഡെസ്റ്റിനി ഗോ. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 അൺഒഫീഷ്യൽ വോട്ടിംഗ് വെബ്സൈറ്റിലെ ഒന്നാം ആഴ്ചയിലെ രണ്ടാം ദിവസമായ ഇന്ന് 12 മാർച്ച് 2024. ഇപ്പോൾ സമയം രാത്രി 10 മണി. 10 മണിക്കുള്ളൊരു അൺഒഫീഷ്യൽ വോട്ടിംഗ് വെബ്സൈറ്റിൽ വോട്ടിംഗ് ട്രെൻഡാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഒപ്പമുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി ബിഗ് ബോസ് എപ്പിസോഡിലും ബിഗ് ബോസ് പ്ലസ് എപ്പിസോഡിലും ഫ്രീ ആയി തന്നെ നിങ്ങളുടെ മൊബൈലിലൂടെ കാണുന്നതിന് വേണ്ടി ഞങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി എപ്പിസോഡ് കാണാനുള്ള ലിങ്ക് ടെലിഗ്രാമിൽ വരും. അതുവഴി നിങ്ങൾക്ക് എല്ലാ എപ്പിസോഡും ലോകത്ത് എവിടെ ഇരുന്നും നിങ്ങളുടെ മൊബൈലിൽ ഫ്രീ ആയി കാണാം. എന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? കമോൺ. ഈ ആഴ്ച 8 പേരാണ് നോമിനേറ്റ് ആയിട്ടുള്ളത്. രതീഷ്, ജിൻഡോ, ഷിജോ, അൻസിബ, ശരണ്യ, നോറ, അസി, സുരേഷ്. ഇവരിൽ ആരെങ്കിലും നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ആണ്? മറക്കാതെ ഈ ചാനലിന് താഴെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് രേഖപ്പെടുത്തി നമുക്ക് നോക്കാം ആരുടെ പേരാണ് ഏറ്റവും കൂടുതൽ വരുന്നതെന്ന്. നിങ്ങളിപ്പോൾ കണ്ടു ബിഗ് ബോസ് മലയാളം സീസൺ 6 അൺഒഫീഷ്യൽ വോട്ടിംഗ് വെബ്സൈറ്റിലെ ദിവസത്തെ ആദ്യ ആഴ്ചയിലെ രണ്ടാം ദിവസമായ ഇന്ന് രാത്രി 10 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് വെബ്സൈറ്റ് വോട്ടിംഗ് ട്രെൻഡാണ്. രതീഷാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 11-ാം തീയതിയത്തെ ഒരു വോട്ടിംഗ് ആണ്. നമ്മൾ എല്ലാ ദിവസത്തെ വോട്ടും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ആഴ്ചയിലെ ഓരോ ദിവസത്തിലും നിങ്ങൾക്ക് ആൾക്കാർ ആരൊക്കെയാണ് കൂടുതൽ വോട്ട് നേടിക്കുന്നത്, എത്രയൊക്കെ വോട്ട് അവർക്ക് കിട്ടിയിരിക്കുന്നതൊക്കെ നമുക്ക് ഈ ഒറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, ഒരു ആഴ്ചയിലെ ഒറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. മാത്രമല്ല, രതീഷിൻ്റെ ഒരു മുന്നേറ്റം നമുക്ക് ആദ്യ ദിവസം കണ്ടെങ്കിലും രണ്ടാം ദിവസമായപ്പോഴേക്കും ഷിജോൻ്റെ ഒരു മുന്നേറ്റമാണ് നമുക്കിവിടെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ സുരേഷിൻ്റെ ഇന്നത്തെ ഒരു വീഡിയോസിൻ്റെ പെർഫോമൻസും സുരേഷിന് കൂടുതൽ വോട്ട് കിട്ടാനും സുരേഷ് 7-ാം സ്ഥാനത്തേക്ക് കയറുന്നതിനും അത് വഴിവെച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഷിജോ 1-ാം സ്ഥാനത്ത്, രതീഷ് 2-ാം സ്ഥാനത്ത്, ജിൻഡോ 3-ാം സ്ഥാനത്ത്, ശരണ്യ ഇപ്പോൾ കുറച്ച് നേരത്തേക്ക് ഒന്ന് ഓവർടേക്ക് ചെയ്തു. ശരണ്യ ഇപ്പോൾ 3-ാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുകയാണ്. ജിൻഡോ 4-ം സ്ഥാനത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അൻസിബ 5-ാം സ്ഥാനത്ത്, നോറ 6-ാം സ്ഥാനത്ത്, 7-ാം സ്ഥാനത്ത് സുരേഷ്, 8-ാം സ്ഥാനത്ത് അസി. നല്ല രീതിയിൽ തന്നെ ഒരു 2 ദിവസത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്കൊക്കെ നല്ല ഫോളോവേഴ്സ് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇവർക്ക് എല്ലാവർക്കും വോട്ട് കിട്ടുന്നതായി നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ഇതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. മാത്രമല്ല ഇതിലില്ലാത്ത ആരെങ്കിലും ആണെങ്കിൽ അവരുടെ പേരൊന്ന് കമൻറ്റ് ചെയ്യും. നമുക്ക് നോക്കാം അവരുടെ പേരാണ് ഏറ്റവും കൂടുതൽ മെൻഷൻ ചെയ്യുന്നതെന്നും ആർക്കാണ് ഏറ്റവും കൂടുതൽ പബ്ലിക് സപ്പോർട്ട് ഉള്ളതെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല ബിഗ് ബോസ് എപ്പിസോഡും ബിഗ് ബോസ് പ്ലസ് എപ്പിസോഡും ഫ്രീ ആയി തന്നെ കാണുന്നതിന് വേണ്ടി ഞങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കോളത്തിൽ വെച്ചിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് ഷിജോ 1-ാം സ്ഥാനത്താണ്. 18,280 വോട്ടുകളാണ് ഷിജോന് കിട്ടിയിട്ടുള്ളത്. രതീഷാണ് 2-ാം സ്ഥാനത്ത് 9,657 വോട്ടുകൾ. ശരണ്യ 3-ാം സ്ഥാനത്ത് 8,368 വോട്ടുകൾ. ജിൻഡോ 4-ാം സ്ഥാനത്ത് 7,905 വോട്ടുകൾ. അൻസിബ 5-ാം സ്ഥാനത്ത് 6,280 വോട്ടുകൾ. നൂറ 6-ാം സ്ഥാനത്ത് 3,967 വോട്ടുകൾ. സുരേഷ് 7-ാം സ്ഥാനത്ത് 3,178 വോട്ടുകൾ. അസി റോക്കിയാണ് 8-ാം സ്ഥാനത്തും ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് 2,401 വോട്ടുകൾ. നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ആരാണെന്ന് മറക്കാതെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യൂ. ഇതുപോലുള്ള ബിഗ് ബോസ് അപ്ഡേറ്റുകൾ കിട്ടുന്നതിന് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റുള്ളവർക്ക് കിട്ടുന്ന വേണ്ടി ആ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കൂ. അടുത്തൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ശുഭദിനം. ബൈ.